റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി ന്യായീകരിക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നേതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായി CPM-ന്റെ ഒരു തന്ത്രം എന്ന നിലയിലാണോ കോൺഗ്രസ് അതിനെ ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്? ഇതിപ്പോൾ വീക്ഷണം പത്രം വായിക്കുമ്പോൾ, അതിന് എഡിറ്റോറിയൽ വായിക്കുമ്പോൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അത് വീണ്ടും CPM-ലേക്ക് തിരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തിപരമായി ന്യായീകരിക്കേണ്ടതില്ലെങ്കിലും രാഷ്ട്രീയമായൊരു പ്രതിരോധം തീർക്കുന്നുണ്ടോ കോൺഗ്രസ് ഇപ്പോഴും? അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയ പ്രതിരോധം തന്നെ തീർത്ത് മുന്നോട്ട് പോവുകയാണ്. വ്യക്തിപരമായി ഈ വിഷയത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പ്രത്യേകിച്ച് കൃത്യമായ പ്രതിരോധം തീർക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി വീക്ഷണം മുഖപത്രത്തിലെ ആ എഡിറ്റോറിയൽ മാത്രം മതി. അതിന് തൊട്ടു പിന്നാലെയുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും ക്രൂരമായ പീഡനത്തിനിരയായ പെൺകുട്ടി കൃത്യമായ ഈ തെളിവുകൾക്കൊപ്പം മൊഴിയും നൽകിയതിനു ശേഷം അതിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടും പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ്. അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ എതിരാളികൾക്കത് വലിയ രീതിയിൽ ആയുധമാക്കാൻ കഴിയില്ല. പക്ഷേ അതല്ല, കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുന്നതിൻ്റെ തെളിവ് ഇതുതന്നെയാണ്. നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അതേ ഭാഷയിൽ പറയാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അത് എതിരാളികൾ ആയുധമാക്കും, പിന്നീട് പരാതി ഉയർന്നു വന്നാൽ വല്ലാതെ UDF പ്രതിരോധത്തിലാകുമെന്ന് അന്ന് നൽകിയ ആ മുന്നറിയിപ്പ് അത് യാഥാർത്ഥ്യമാകുന്ന സാഹചര്യത്തിൽ പോലും നടപടിയെടുക്കുന്നതിൽ ഒരു പിൻവാങ്ങൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. മാത്രവുമല്ല, ഈ വിഷയം ഇപ്പോഴും വിവാദമായി തന്നെ നിൽക്കുമ്പോഴാണ് വീക്ഷണം വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇരവാദം ഉയർത്തിക്കൊണ്ടാണ് വീക്ഷണം ഈ എഡിറ്റോറിയൽ ഇന്ന് എത്തുന്നത്. അതിനെ നേതാക്കൾ ന്യായീകരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫാണ്. ജെയ്സൺ ജോസഫിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ അനുവാദത്തോടെയാണോ വീക്ഷണം ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതിയത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം ആ മുഖപ്രസംഗം എതിരാളികൾ ആയുധമാക്കും. തെരഞ്ഞെടുപ്പ് വേളയിൽ അതൊരു പ്രധാനപ്പെട്ട ആയുധമായി എതിരാളികൾക്ക് മാറും. ഇങ്ങനെ ഒരു സ്ത്രീവിരുദ്ധ നിലപാട് സ്വീകരിച്ചയാളെ എങ്ങനെ കോൺഗ്രസിന്റെ മുഖപത്രത്തിന് സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യം എതിരാളികൾ ഉയർത്തുമ്പോൾ അവിടെ വീണ്ടും കോൺഗ്രസ് പ്രതിരോധത്തിലാകും. അരുൺകുമാർ.